ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ടർട്ടിൽ കോളേഡ് നെക്കിൽ വരുന്ന ഒരു എയർലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അടിയിലൊരു ഹെംലൈൻ്റെ ഭാഗത്ത് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നെറ്റിലാണ് ചെയ്തത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2.5 മീറ്റർ നെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് സാറ്റിനാണ് യൂസ് ചെയ്തത്. കുറച്ച് കട്ടിയുള്ള സാറ്റിനാണ് എടുത്തത്, കട്ടി കുറവുള്ള സാറ്റിനല്ല. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ സീം അലവൻസ് ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടു. ഇനി ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് തന്നെ വിടണം, കാരണം കോളറിന് നമ്മൾ വൈഡ് കുറച്ച് വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ 10 ഷോൾഡറെങ്കിൽ 5 വിട്ടിട്ടുണ്ട്, 4 ഇഞ്ച് മിഡാം ഹോൾ ലെങ്ത്തും വിട്ടിട്ടുണ്ട്. ഇനി 6 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ ഒരു റൗണ്ട് വരുന്നത്. അതായത് ചെസ്റ്റ് അളവ് ഇപ്പോൾ നമുക്കൊരു 22 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഷേപ്പ് അടയാളപ്പെടുത്തണം കേട്ടോ. 8 ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തിയത്. നമ്മളൊരു 5.5 ഇഞ്ച് റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫുൾ ലെങ്ത്ത് വരുന്നത് 30.5 ഇഞ്ചാണ്. അതിന് ഞാനൊരു 12.5 ഇഞ്ച് നമ്മളൊരു ഫ്ലെയറും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഷേപ്പിൻ്റെ ഒപ്പം 2 ലൂസ് തന്നെയാണ്, 2 ഇഞ്ച് ലൂസ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 20 ഇഞ്ചാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ റൗണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അടിഭാഗത്ത് ഞാൻ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എയർലൈൻ ഫ്രോക്കുകൾ മാർക്ക് ചെയ്യുമ്പോൾ അടിഭാഗം വരുമ്പോൾ ഒരു സൈഡ് വരുമ്പോൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചോളം, 2 ഇഞ്ചിന് കൂടുതൽ വിടണ്ട, അങ്ങനെ ഒന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഷേപ്പ് ആക്കി കൊടുക്കുക. കാരണം തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി മാർക്ക് ചെയ്ത് വെച്ചാണ് സീം അലവൻസുകളെല്ലാം കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അടിഭാഗം വരുമ്പോൾ യോജിപ്പിക്കുമ്പോൾ ഇതുപോലെ ഷേപ്പ് കൊടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്നൊരു ഷേപ്പ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പം ഞാൻ വരച്ച് വെച്ചത് ഇച്ചിരി കൂടുതൽ ഷേപ്പായിപ്പോയി. അപ്പോൾ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലെ സീം അലവൻസ് ഒരു 2 ഇഞ്ചോളം നമ്മൾ വിട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഒരു ഷേപ്പും കൂടി മാർക്ക് ചെയ്യണം. 1.25 ഇഞ്ച് നെക്ക് വൈഡാണ് മാർക്ക് ചെയ്തത്, 2 ഇഞ്ച് നെക്ക് ലെങ്ത്ത് കേട്ടോ. 1.25 വൈഡാണെങ്കിൽ 2 ഇഞ്ച് നെക്ക് ലെങ്ത്ത്. അതുപോലെ തന്നെ ആം ഹോള് ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടാനായിട്ട് മറക്കരുത്. ഇനി ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് തന്നെയാണ് ബാക്ക് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ്റെ സീം അലവൻസ് വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ സിബിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ചോളം മുകളിൽ അടിയിലോട്ട് വരുമ്പോൾ കുറഞ്ഞു വരുന്ന രീതിയിൽ ഒരു ഷേപ്പ് കൊടുത്തിട്ട് വേണം നമ്മളിത് മാർക്ക് ചെയ്യാൻ. ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സെയിം എലമെൻറ്റ്സ് നമ്മൾ ഒരു ട്രേസിങ് വീൽ വെച്ചിട്ട് ട്രേസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബാക്കിലെ നെക്ക് വൈഡും കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സിബിൻ്റെ സീം അലവൻസ് വിട്ടിട്ട് 1.25 ഇഞ്ച് നെക്ക് വൈഡും 1 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് നമ്മൾ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തിലെ ആ ഒരു ആം ഹോള് കുഴിച്ച് വെട്ടാനായിട്ട് മറക്കരുത് കേട്ടോ. ബാക്ക് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ സാറ്റിനൊക്കെയാണ് ലൈനിങ് അടിയിൽ കൊടുക്കണതെങ്കിൽ ഒരു ഡബിൾ നെറ്റ് കൊടുക്കണത്, ഡബിൾ ലെയർ നെറ്റ് കൊടുക്കണത് നല്ലതായിരിക്കും. കാരണം ആ ഒരു സാറ്റിൻ്റെ ഗ്ലേസിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ, അത് രണ്ടും വെച്ചിട്ട്, അതായത് നെറ്റും സാറ്റിനും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കും കട്ട് ചെയ്തെടുക്കണം. മറക്കരുത്, 2 ലെയർ നെറ്റ് കൊടുക്കുന്നതായിരിക്കും ആ ഒരു കളറ് വരാനായിട്ട് ഭംഗി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു, അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു സാറ്റിൻ്റെ ഒരു ഗ്ലേസിങ് കുറച്ച് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഡബിൾ ലെയർ നെറ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അടിഭാഗത്ത് വെക്കണ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള നെറ്റാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഒരു 4.5 ഇഞ്ച് വൈഡിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തേണ്ടത്. അപ്പോൾ കാരണം എൻ്റെ കയ്യിൽ 14 ഇഞ്ചാണ് ടോട്ടൽ ബാലൻസ് നെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഈക്വലി ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ ഒരു 5 ഇഞ്ചെങ്കിലും വേണം കേട്ടോ, എന്നാലാണ് നമ്മൾ മടക്കി സീം അലവൻസ് വിട്ട് വരുമ്പോൾ അത് കൃത്യത്തിൽ തന്നെ ആ ഒരു വിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ചിലാണ് എനിക്ക് ബാലൻസ് ഉള്ള മെറ്റീരിയലിൽ വെച്ച് നോക്കുമ്പോൾ 4.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ 2.5 മീറ്റർ ലെങ്ത്ത് ഉണ്ടാവും, 4.5 ഇഞ്ച് വിട്ടിലാണ് നമ്മൾ എടുത്തേണ്ടത് കേട്ടോ. നമ്മളുടെ ബോഡി പോർഷൻ കട്ട് ചെയ്തിട്ടുള്ള ബാലൻസ് മെറ്റീരിയലിലാണ് നമ്മൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തേണ്ടത്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ കട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ 2 ലെയർ നെറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുക്കുക ചെയ്യുക. അതിനുശേഷം നമ്മൾ സാറ്റിനായിട്ട് കൂട്ടി യോജിപ്പിക്കുക.
ഫ്രണ്ടും ബാക്കും ഞാനിപ്പോൾ ലൈനിങ് യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പോർഷനാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷൻ്റെ ആ ഒരു സിബിന് സീം അലവൻസ് വിട്ടുമല്ലോ, ആ ഒരു സീം അലവൻസ് വിട്ടേണ ആ ഒരു മാർക്കിങ് കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് സിബിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിബിൻ്റെ എൻഡ് വരുമ്പോൾ ഒരു ചെറിയൊരു കോൺ ഷേപ്പ് പോലെ വരും, അത് നോക്കി തന്നെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ തന്നെ നാരോ ആക്കി വന്നെങ്കിലാണ് നമുക്കത് കൃത്യത്തിൽ സിബാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ കോളറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് സിബ് വെക്കണത്. അപ്പോൾ ഷോൾഡർ രണ്ട് ഭാഗത്തെയും നമ്മൾ ജോയിൻ ചെയ്തെടുപ്പിക്കുക. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് എത്രയാണെന്ന് അളന്നെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതല്ലാതെ മുമ്പേ കൂട്ടിയിട്ട് നമ്മൾ കോളർ കട്ട് ചെയ്ത് വെക്കില്ല കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാം, ഇല്ല സ്റ്റാർട്ടിങ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ ഈ ഷോൾഡർ സീം അലവൻസ് ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 14.25 എൻ്റെ റൗണ്ട് വന്നേണത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാറ്റിൻ ഇതുപോലെ ഡയഗണലി ഇടുക, അതായത് ക്രോസ് ആയിട്ട് ഇടണം, സ്ട്രെയിറ്റിലല്ല ഈ കോളർ എടുക്കുന്നത്. അതിനുശേഷം 3 ഇഞ്ചാണ് ഞാൻ ഒരു കോളറിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അത് 1.5 ഇഞ്ചാവും കേട്ടോ. ശേഷം നമ്മൾ ഈ 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തത് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് 14.25 നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം അതിന് നമ്മൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, അതായത് ആ ഒരു 14.25 തന്നെ മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. അടിഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് കൂടിയും സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു സീം അലവൻസ് വിടണം. സൈഡിൽ വിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സിബിൻ്റെ സീം അലവൻസ് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ 14.25 മെഷർ ചെയ്തെടുത്തേണത്. അപ്പോൾ സൈഡ് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അടിഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ ഈ 14.25 കൂട്ടിയിട്ട് ഒരു സീം അലവൻസ് മറക്കി അടിക്കാനായിട്ട് നമ്മൾ വിടണം കേട്ടോ. ഇനി നമ്മൾ കോളർ ജോയിൻ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ റോങ് സൈഡിലാണ് ആദ്യം ജോയിൻ ചെയ്യണത്, അവിടെ റൈറ്റ് സൈഡ് വെച്ചിട്ട്, അതായത് നല്ല വശത്തിൻ്റെ കോളറിൻ്റെ നല്ല വശം നമ്മുടെ ബോഡി പോർഷൻ്റെ പൊട്ടവശത്തോടു കൂടി വെച്ചിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് വിട്ടേണത്. ആ വിട്ടേണ ആ ഒരു അലവൻസിൽ കൂടെ തന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് ഫുള്ളും ജോയിൻ ചെയ്ത് എടുക്കുക. ആ ഒരു റൗണ്ട് ഫുള്ള് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തേണ സീം അലവൻസ് ഉണ്ടല്ലോ, അത് ആ കോളറിൻ്റെ പോർഷനോട് കൂടിയിട്ട് തന്നെ പതിച്ചടിക്കുക. ശേഷം നമ്മൾ ഈ ഒരു കോളർ ഫോൾഡ് ചെയ്തിട്ട്, അതായത് ഇങ്ങോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു കോളറിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ട് ഈ ഒരു 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു കോളർ നമ്മളുടെ നെക്കിൻ്റെ പോർഷനിൽ ഫോൾഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോളറിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, രണ്ട് സൈഡിലും എൻഡ് ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്നൊരു ടോപ്പ് സ്റ്റിച്ച് ഇടാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ കോളർ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു എൻഡ് ഭാഗം മാത്രം മടക്കി വെച്ചാൽ മതി. അതല്ലാണ്ട് ഫുള്ള് കോളറിൽ നിങ്ങൾ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എൻഡ് ഭാഗത്ത്. അപ്പോൾ ഈ ഒരു 2 വശത്ത് മാത്രം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ നെക്കോട് കൂടിയിട്ട് പതിഞ്ഞ് കിടന്നോളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളർ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സിബ് വെക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ 1 സൈഡ് ഫുട്ട് സിബ് വെക്കാനായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ കൃത്യത്തിൽ തന്നെ ഞാൻ സിബ് വെക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 സൈഡ് ഫുട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിബ് വെക്കണത്. സിംഗിൾ മെഷീൻ ആണെങ്കിലും കുഴപ്പമില്ല, 1 സൈഡ് ഫുട്ട് നമുക്ക് അതിൽ വെക്കാൻ പറ്റും. സിബ് വെച്ച് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണതുണ്ട് കേട്ടോ, കാരണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാൻ വഴിയുണ്ട്. അപ്പോൾ റോങ് സൈഡ് വെച്ചിട്ട് ഈ ഒരു സിബിൻ്റെ ഭാഗം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ നിൽക്കുന്ന ഒരു സിബ് ഒന്ന് കെട്ടിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണത് നല്ലതായിരിക്കും. അവിടെ ഒന്ന് വേറൊരു പീസ് കൊണ്ട് കവർ ചെയ്തടിച്ചാൽ കുത്തിക്കൊള്ളണ ഒരു ഭാഗം ഉണ്ടാവില്ല കേട്ടോ.
ഇന്നത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലാണ്. ബാക്കിൽ വള്ളി വെക്കുകയാണ് ചെയ്യണത്. അത് ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ കുറേ വീഡിയോയിൽ ചെയ്ത കാരണം ഞാനത് വള്ളി ക്രിയേറ്റ് ചെയ്യണത് ഞാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുമ്പത്തെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ, കിഡ്സിൻ്റെ ഫ്രോക്കിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നോക്കിയാൽ മതി. അതിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ സ്ലീവ്ലെസ് ടോപ്പാണ് ഇത് വരണത്, ഫ്രോക്കാണ് ഇത് വരണത്. അപ്പോൾ നമ്മൾ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ ആം ഹോൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ക്രോസ് പീസ് തന്നെ യൂസ് ചെയ്യണം. ചെരിച്ച് വെട്ടിയിട്ടുള്ള പീസ് ഉണ്ട്, അത് തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് അത് ആദ്യം വെച്ച് അടിക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സീം അലവൻസ് പതിച്ചടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫുള്ള് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് അടുപ്പിക്കണേക്കാളും മുമ്പ് തന്നെ ഞാൻ അടിഭാഗം ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കണത്. അപ്പോൾ ഈ രണ്ട് സൈഡും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം തന്നെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലവറും കൂടി മേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ ഈ ഒരു ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിങ്ങിൻ്റെ ടൈമിൽ ഞാനൊരു 3 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 4.5 ഇഞ്ച് വിട്ടിൽ. ആ ഒരു പീസുകൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 3 പീസും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഫോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടിച്ചതിന് ശേഷം നമ്മൾ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പ്ലീറ്റ് ഇടുമ്പോൾ അടുപ്പിച്ച് നല്ല രീതിയിൽ ഉള്ളിലോട്ട് മെറ്റീരിയൽ ഇട്ടിട്ട് തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എങ്കിലാണ് നമ്മുടെ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു ബേസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ ഫ്യൂസിങ് പേപ്പർ ഉണ്ടല്ലോ, ക്യാൻവാസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഫ്യൂസിങ് പേപ്പർ ഇല്ലാത്തവർക്ക്. അത് ഇതുപോലെ ഒരു 2 ഇഞ്ച് റൗണ്ട് വരുന്ന രീതിയിൽ ഞാൻ കുറച്ച് പീസുകൾ, നമുക്ക് ആവശ്യമുള്ള പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സാറ്റിൽ നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വേണ്ട, എന്നാൽ 1/4 ഇഞ്ചിനേക്കാളും കൂടുതലായിട്ട് ഒരു സീം അലവൻസ് വിട്ടിട്ട് ഇതുപോലെ ബേസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ മറ്റൊരു സാറ്റിൽ നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്താണ് ഈ ഫ്യൂസിങ് പേപ്പറിൻ്റെ അരികത്തോട് കൂടിയിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചെടുക്കണം. അതിനായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗം ചെയ്താണ് പോർഷൻ്റെ അത്രയും തന്നെ സീം അലവൻസ് വിട്ടിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ റൗണ്ടിൽ മൊത്തം ചെറിയൊരു കട്ടിങ് കൊടുക്കുക. എങ്കിലാണ് നമ്മളത് തിരിച്ചെടുക്കുമ്പോൾ കൃത്യത്തിൽ തന്നെ വരുള്ളൂ. ശേഷം ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അരിഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു തിരിച്ച് മറിച്ചെടുക്കാനായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ പതിച്ചടിക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേണ ഒരു പ്ലീറ്റിൻ്റെ ഭാഗം ആദ്യം അരികത്തുകൂടി ഒരു ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെക്കൻഡ് ലെയറും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ ഈ എടുക്കുന്ന ഇതിൻ്റെ ഒരു റൗണ്ടിൻ്റെ വലിപ്പം ഇച്ചിരി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 3 ലെയർ വരെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയറും കൂടി ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വന്നത് ഇതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൽ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു പേളാണ് കേട്ടോ എടുത്തത്. നന്നേ ചെറുതല്ല, കുറച്ച് ഒരു സൈസ് ഉണ്ട്. ആ ഒരു പേള് നമ്മൾ സെൻറ്ററിൽ ഒന്ന് തുന്നിക്കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ജ്വല്ലറി സ്റ്റോൺ ഉണ്ടല്ലോ വൈറ്റ് കളറ്, അത് നമ്മൾ നമ്മുടെ ആ ഒരു പെറ്റലിൻ്റെ ഫുള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടിയും നമ്മൾ സ്പ്രെഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ ഈ ഒരു ഫ്ലവർ ഫിനിഷ് ആവുള്ളൂ. ഫ്ലവർ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ ഒരു കോളറിൻ്റെ ഭാഗത്തും കൂടി ഞാൻ ചെറിയൊരു സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന ഒരു ഷെല്ലും നമ്മുടെ ഈ ജ്വല്ലറി സ്റ്റോണാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷെല്ല് വരുന്നത്. അതൊരു റെയിൻബോ ഷെയ്ഡാണ് വരുന്നത്, സിൽവറിൽ വരുന്ന റെയിൻബോ ഷെയ്ഡാണ് വരുന്നത്. അതും ഇതുപോലെ ഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ജ്വല്ലറി സ്റ്റോണും കൂടി ഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മളുടെ ഈ ഫ്രോക്കിൻ്റെ ഹെംലൈനിൽ നമ്മൾ ഈ ചെയ്ത് വെച്ചിരുന്ന ഫ്ലവർ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഇരിക്കും. ഇല്ല പശ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാകും, പെട്ടെന്ന് ഇളകി പോരാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈ വാഷ് നമുക്ക് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.